Hello everyone. Today we are going to discuss the new chapter, chapter 7 in science, getting to know plants. Okay, getting to know plants. എന്തായിരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ കുറിച്ച് അറിയുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ പ്ലാന്റ്സിനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താൽ മതി? അതിനെ തൊട്ട് നോക്കാം, അതിന്റെ അടുത്ത് പോയി നോക്കാം, അതിന്റെ ലീഫ് ഒക്കെ എന്തൊക്കെയാണോ നോക്കാം അല്ലെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, കളർ ഓഫ് ദ പ്ലാന്റ്, ലീവ്സിന്റെ കളേഴ്സ്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു മെയിൻലി ഒരു പ്ലാന്റിന്റെ പാർട്സ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മാർക്ക് ചെയ്യും? ലീഫ്, ബ്രാഞ്ച്, റൂട്ട്, ഫ്ലവർ, ബഡ്, ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ശരി, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെർബ് എന്താണ്, ഷ്രബ്സ് എന്താണ്, അതേപോലെ ട്രീ എന്താണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. എ സ്മോൾ പ്ലാന്റ് വിത്ത് സിംഗിൾ സ്റ്റെം ഈസ് കോൾഡ് ഹെർബ്. ചെറിയ പ്ലാന്റ്, ചെറിയ സ്റ്റെം ആയിട്ടുള്ളതാണ് ഹെർബ്. ഹൈറ്റ് ഓഫ് ഹെർബ് ക്യാൻ ബി ഇഞ്ചസ് ഓൺലി. മാക്സിമം ഹൈറ്റ് മേ ബി 6 meters. 6 meter വരെ എന്തേയുള്ളൂ ഹെർബിന് വളർച്ച ഉണ്ടാവുള്ളൂ. ഹെർബ്സ് ആർ സ്മോളർ ദാൻ ഷ്രബ്സ്. ഷ്രബ്സിനേക്കാളും ചെറുതാണ്. എക്സാമ്പിൾ എന്താ? മിന്റ്, കൊറിയൻഡർ, തുളസി, ഇതൊക്കെയാണ് ഹെർബ്സ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാലോ സ്മോൾ പ്ലാന്റ് തന്നെയാണ്. ഹാവിംഗ് സ്റ്റെംസ് ആർ കോൾഡ് ഷ്രബ്സ്. അതിന് സ്റ്റെംസ് ഉണ്ട്. അതേപോലെ ഹൈറ്റ് ഈസ് നോട്ട് ഇഞ്ചസ്, ക്യാൻ ഗ്രോ ഇൻ മീറ്റർ. അതിന് നല്ലോണം വളരാൻ പറ്റും. ഷ്രബ്സ് ആർ ടോളർ ദാൻ ഹെർബ്സ്. ഹെർബ്സിനേക്കാളും ടോളർ ആണ്. ഓക്കെ, അതിനാണ് റോസ്, ലാവൻഡർ, അലോവേറ, ഇതൊക്കെയാണ് ഇതിന് ഷ്രബ്സിന്റെ എക്സാമ്പിൾ. ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വെരി ബിഗ് ആണ്, പ്ലാന്റ് ആണ് അല്ലെ. ഹൈറ്റ് ഓഫ് ട്രീ മേ ബി ഹൺഡ്രഡ്സ് ഇൻ മീറ്റർ ആണ്. സ്ട്രോങ് സ്റ്റെം ആണുള്ളത്. ദേ ഹാവ്. അതിന് എക്സാമ്പിൾ ആണ് നീം ട്രീ, മാംഗോ ട്രീ, ബനിയൻ ട്രീ. ഓക്കെ, ഹെർബ്സ് എന്ന് പറഞ്ഞാൽ a plant with a green and tender stem whose branches are near to the ground ആയിരിക്കും. Shrubs എന്ന് പറഞ്ഞാൽ a plant with not so thick stem ആയിരിക്കില്ല, അത്രയ്ക്ക് തിക്ക് ആയിരിക്കില്ല, എന്നാലും തിരിക്കായിരിക്കും. ബ്രാഞ്ചസ് നിയർ ബൈ, ഇത്ര അടുത്ത് നമുക്ക് കാണാം. പിന്നെ ട്രീ എന്ന് പറഞ്ഞാൽ a plant with thick stem and branches are away from the ground. ഗ്രൗണ്ടിൽ നിന്നും ഹെവി ആയിട്ടായിരിക്കും ബ്രാഞ്ചസ് നിൽക്കുന്നത്. അടുത്തത് plant with weak stem, they cannot stand upright but spread on the ground, are called creepers. Well, creepers എന്താ? നമ്മുടെ പംകിൻ അല്ലെ, മത്തനൊക്കെ എങ്ങനെ ക്രീപ്പേഴ്സ് ആണ്. അതിന് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവര് താഴെ നിലത്ത് കൂടെ എഴഞ്ഞു ജീവിക്കുന്ന, അതായത് നിലത്ത് പടർന്ന് ജീവിക്കുന്നതിനെയാണ് നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. While that take support and climb up are called climbers. ഇപ്പൊ മുന്തിരി ചെടീനെ നോക്കിക്കേ, നിങ്ങൾ അത് ഒരു കമ്പ് വെച്ചുകൊടുത്താൽ അവര് അതില് പിടിച്ചു കയറിയിട്ട് അവിടെ പടർന്ന് നിൽക്കും. അതിന് ക്ലൈംബേഴ്സ് എന്നും, താഴെ പടരുന്ന ഗ്രൗണ്ടിൽ പടർന്ന് നിൽക്കുന്നതിനെ നമ്മൾ ക്രീപ്പേഴ്സ് എന്നും പറയും. They are different from herb, shrubs and tree. ഹെർബും ഷ്രബ്സും ട്രീയിൽ നിന്നും അവര് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 1 നോക്കിക്കേ. Look closely at the stem and branches of plant. Was a plant much smaller than you? Plant that are about your size? Plant which are taller than you? അങ്ങനെ 3 തരത്തിലുള്ള പ്ലാന്റ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ടേബിൾ തന്നിട്ടുണ്ട് പേജ് നമ്പർ 53-ല്. അത് നിങ്ങൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഫിൽ ചെയ്യണം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കിക്കേ. We will require a glass, water, red, blue ink and a soft stem. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്ലൂ കളർ ഇങ്ക് അല്ലെങ്കിൽ റെഡോ ഏതെങ്കിലും ഒന്ന് എടുക്കുക, ഒരു സോഫ്റ്റ് സ്റ്റെമ്പ് എടുക്കുക. Pour water to fill 1/3 of the glass. 1/3 of the glassൽ വാട്ടർ എടുക്കുക, എന്നിട്ട് ഈ കളർ ആഡ് ചെയ്യാം. Cut the base of the stem. റൂട്ടിന്റെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തായി ആ ഫിഗറിൽ കാണുന്നത് പോലെ. Put the glass, observe and set up. നിങ്ങൾ മഷിത്തണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഈ സ്ലേറ്റ് വായിക്കുന്ന പണ്ട് അതിനകത്തൊരു വാട്ടർ പോലെ ആ പ്ലാന്റ് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതിനോ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാം? Does the color appear in the stem? You will find that the color rises in the stem. If this is kept for a longer period, കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ the color appear in the veins and leaves also. അത് ലീഫിലും വെയിൻസിലും ഒക്കെ കാണാൻ സാധിക്കും. How do you think the color reached there? എങ്ങനെയായിരിക്കും ഈ കളർ അങ്ങോട്ടേക്ക് റീച്ച് ചെയ്തത്?
From this activity, we see that the stem had to upward the movement of water. Stem എന്തിനെ help ചെയ്തു? ആ വാട്ടറിനെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി help ചെയ്തു. The water and minerals go to the leaves and other plant parts attached to the stem. Plant water minerals എന്ത് ചെയ്തു? Leavesലേക്ക് എത്തി and other plant part attached to the stem. Stemമിൽ attach ചെയ്യപ്പെട്ടു. A plant need water for its survival. Plantന് എന്ത് വേണം? Water വേണം ജീവിക്കാൻ. It absorb colored water. ഇത് എന്തിനെ absorb ചെയ്യുന്നു? Color water നെ absorb ചെയ്യും. As a result, we see bluish leaves and flower. അതുകൊണ്ട് നമുക്ക് അതിനെ bluish leaves ഏത് കളറാണ് കൊടുത്തത് അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ലീഫ് എന്താ? Observe the leaf of some plants around you. Draw them in a notebook. In your notebook. Leaf are all the leaves and same size, shapes and colors. എല്ലാ ലീഫും ഒരേ കളറും ഷേപ്പും സൈസും ആണോ? അല്ല അല്ലേ? How are leaves attached to the stem? ലീഫ് എങ്ങനെയാ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ ചെറിയൊരു തണ്ട് പോലത്തെ ഈ ഭാഗം നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ ഒരു ഭാഗം, അതിനെ പറയുന്ന പേരാണ് petiole. The part of leafy by which is attached to the stem is called petiole. Okay. The broad green part of the leaf is called lamina. A broad ആയിട്ടുള്ള green color part നെ നമ്മൾ lamina എന്നും പറയും. Okay. ഇനി നിങ്ങളോട് activity 3 എന്താ പറയുന്നത്? Put a leafy under the white sheet under the paper of the sheet in your notebook. Hold it in a place. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കണേ. Hold your pencil tip and sidewise and rub the portion of the paper having the leaf below it. How did you get an impression with some lines in it? നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഉറച്ചു നോക്കി എന്തെങ്കിലും കാണുവാൻ സാധിക്കുമോ? Yes. Are the veins are they similar to those of the leaf? These lines of the leaves are called veins. നമ്മളൊരു ചെടിയിൽ ലീഫ് എടുത്തൊരു വൈറ്റ് പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് വൈറ്റ് പേപ്പറിൽ നമ്മൾ കോയിൻ ചെയ്യാറില്ല, ഇങ്ങനെ റബ് ചെയ്ത് നോക്കാറില്ലേ പെൻസിൽ വെച്ചിട്ട്? അതേപോലെ തന്നെ ലീഫ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫിന്റെ വെയിൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, ആ ലൈൻസിനെ നമ്മൾ പറയുന്നതാണ് വെയിൻസ്. ഓക്കെ, പിന്നെന്താ പറയാ, മിഡിൽ ഒരു തടിച്ചൊരു ലൈൻ കാണില്ലേ, അതിനെ നമ്മൾ പറയുന്നതാണ് മിഡ്രബ്. ഓക്കെ, the design made the veins of the leaf is called leaf venation. അതായത് the design by അങ്ങനെ ലീവ്സിന്റെ ഇങ്ങനെ കാണില്ല, അതിനെ നമ്മൾ leaf venation എന്ന് പറയും. If the design is net-like or both sides are midrib, the venation is reticulate. അതായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ്. If the design is net-like or both sides are midrib, both side ഒരേപോലെ ഇങ്ങനെ മിഡ്രബിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ റെറ്റിക്കുലേറ്റ് എന്നും. The leaves of the grass, for you might have seen the veins are parallel. Parallel ആയിട്ട് കാണുകയാണെങ്കിൽ parallel venation എന്നും പറയും. Observe the venation in many leaves as you without removing them from the plants. Plants തന്നെ റിമൂവ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാരലൽസ് ഉണ്ട്, അതേപോലെ എന്തുണ്ട് റെറ്റിക്കുലേറ്റ് ഉള്ള വെനേഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, മിഡ്രബ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ആ നടുക്കുള്ള ലൈൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ്രബ് എന്ന് പറയുന്നത്. ഓക്കെ, മിഡ്രബ് ലീഫ് വെനേഷൻ. ഇതിനെന്താ? ഇത് റെറ്റിക്കുലേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. റെറ്റിക്കുലേറ്റ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ വലുതായിട്ട്. ഇനി പാരലൽ എന്ന് പറയുമ്പോ എങ്ങനെയാ? ഈ ലീഫ് നോക്കിക്കേ, ഈ ലീഫിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ പാരലൽ ലൈൻസ്. ഇത് റെറ്റിക്കുലേറ്റ് പറയുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന. നമ്മൾ സാധാരണ ലീഫ് വരയ്ക്കുമ്പോൾ റെറ്റിക്കുലേറ്റ് ആയിട്ടാണ് വരയ്ക്കാറുള്ളത്. മറ്റേതാണ് പാരലൽ ലൈൻസ്. ഓക്കെ, പാരലൽ ആയിട്ടാണ് കാണുന്നത്. എക്സ്പ്ലനേഷൻ. Veins are the water transport organ of the plant. Vein എന്ന് പറയുന്നതാണ് പ്ലാന്റിന്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. They are hard tube-like structure ആണ്. When we place a paper on leaf, rapid hard veins make the imprint on the paper. If you observe the vein arrangement, then you will get either unorganized vein or parallel vein. We call such vein reticulate vein or parallel vein. നമുക്ക് എന്ത് ചെയ്യാം? അൺഓർഗനൈസ്ഡ് വെയിനും ഉണ്ടാവും, പാരലൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വെയിനും ഉണ്ടാവും, പാരലൽ ആയിട്ടുള്ള വെയിനും ഉണ്ടാവും. റെസ്പെക്റ്റീവ്ലി മാംഗോ, നീവ്സ് എക്സെട്ര. മാംഗോവും അതേപോലെ നീം ഒക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
have the reticulate vein, while some plant like jasmine, maize have parallel vein. അതായത് ഈ മാംഗോ നീമിനൊക്കെ എന്താ റെറ്റിക്കുലേറ്റ് വെയിനിൽ കാണാൻ പറ്റും. അതേപോലെ ജാസ്മിൻ മേസിന്റെ ഒക്കെ പ്ലാന്റ്സ് ഇല്ലേ, അതിന് കാണപ്പെടുന്ന വെയിൻ എന്ന് പറയുന്നത് പാരലൽ വെയിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പാരലൽ വെയിൻ എന്താണ്, റെറ്റിക്കുലേറ്റ് വെയിൻ എന്താണ്, ലീഫ് വെനേഷൻ എന്താണ്, മിഡ്രിപ്പ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്രീപ്പേഴ്സ് എന്താണ്, ക്ലൈംബേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഹെർബ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്, ഇത് മൂന്നിന്റെ ഡിഫറൻസ് എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. പേജ് നമ്പർ table 7.1, page number 53, that you have to do, and also you have to do the activity 2. Activity 2 നിങ്ങൾ അതിലെ ലീഫ് ആക്ടിവിറ്റി 3 നമ്മൾ പറയുന്നുണ്ട് ഒരു പേപ്പറിൽ ലീഫ് പെൻസിൽ വെച്ച് റാപ്പ് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ചെയ്തു വെക്കാം. ഓക്കെ, താങ്ക് യു.